ഭഗവാന്റെ കഥകളെ പാടാനായി ആരംഭിക്കുന്നു. അപ്പോൾ എവിടുന്ന് തുടങ്ങണം? ധർമ്മ അർത്ഥ കാമങ്ങളെ മഹാഭാരതം കൊണ്ട് പാടി നിർത്തിയതായ വ്യാസമഹർഷി പരമപുരുഷാർത്ഥമായ മുക്തിക്ക് മോക്ഷത്തിന് നിദാനമായി ഹേതുവായി ഭാഗവതത്തെ രചിക്കുമ്പോൾ മുക്തിപ്രധാനമായ കൈവല്യപ്രധാനമായിരിക്കുന്ന ഭാഗവതം തുടങ്ങുന്നത് മഹാഭാരതത്തിൻ്റെ അവസാന രംഗത്തിൽ നിന്നാണ്. അപ്പം മഹാഭാരതത്തിൻ്റെ അവസാനമാണ് ഭാഗവതത്തിൻ്റെ ആരംഭം. മഹാഭാരതത്തിൻ്റെ അവസാനം ഭാഗവതത്തിൻ്റെ ആരംഭം. മഹാഭാരതത്തിൻ്റെ അവസാനം ഭാഗവതത്തിൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ ഭാഗവതത്തിൻ്റെ ആരംഭം മഹാഭാരതത്തിൻ്റെ അവസാനം ഭാഗവതത്തിൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ ഭാഗവതത്തിൻ്റെ ആരംഭം മഹാഭാരതത്തിൻ്റെ അവസാനം. എന്താ മഹാഭാരതത്തിൻ്റെ അവസാനം? യഥാമൃതേ കൗരവസൃഞ്ചയാനാം വീരേഷ്വതോ വീരഗതിം ഗദേഷു വൃഗോദരാവിദ്ധഗദാഭിമർഷഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. ആ യുദ്ധം കഴിഞ്ഞിരിക്കുന്ന യുദ്ധഭൂമിയിൽ നിന്നാണ് ഭാഗവതം തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഭാഗവതം എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങുകയാണ് വിചാരിക്കുക. സ്ക്രീനിൽ ആദ്യം തന്നെ കാണുന്നത് യുദ്ധഭൂമിയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഭൂമിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. യുദ്ധം കഴിഞ്ഞ ഭൂമി ആലോചിച്ച് നോക്കൂ. അനേകം ശവശരീരങ്ങൾ, കഴുകനും ചെന്നായകളും ഒക്കെ കൊത്തിവലിക്കണുണ്ട്. അലമുറയിട്ട് ആൾക്കാർ കരയണുണ്ട്. കയ്യും കാലും തലയുമൊക്കെ അറ്റ് കിടക്കുന്നതായ ശരീരങ്ങൾ. അങ്ങനെ രക്തം തളം കെട്ടി നിൽക്കുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ മധ്യത്തിൽ നിന്നാണ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പം നമുക്ക് തോന്നും വേദവ്യാസന് വേറെ എത്ര നല്ല സ്ഥലം കിട്ടും, അല്ലേ? ഈ യുദ്ധഭൂമിയുടെ നടുവിൽ കൊണ്ടുപോയി വയ്ക്കണോ ക്യാമറ എന്നാണെങ്കിൽ എന്തിനാ ഈ വ്യാസമഹർഷി മഹാഭാരത യുദ്ധഭൂമിയിൽ നിന്ന് ഭാഗവതം ആരംഭിക്കുന്നത് എന്നാണെങ്കിൽ, മഹാഭാരത യുദ്ധഭൂമി നമുക്ക് വലിയ ഒരു സന്ദേശം തരുന്നുണ്ട്, വലിയൊരു ഉപദേശം തരുന്നുണ്ട്. എന്താ അത്? യതോ ധർമ്മ തതോ ജയ, അല്ലേ? തൽക്കാലം അധർമ്മം ജയിച്ചു എന്നൊക്കെ നമുക്ക് തോന്നും. പാണ്ഡവന്മാർ കഷ്ടപ്പെട്ടു, പാണ്ഡവന്മാർ എല്ലാം നഷ്ടപ്പെട്ടവരായി. നോക്കൂ, ആ ദുഷ്ടനായ ദുര്യോധനൻ എത്ര സുഖിച്ച് ജീവിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആത്യന്തികമായ വിജയം ധർമ്മത്തിനായിരിക്കും എന്ന് നമ്മളെ പഠിപ്പിച്ച രംഗമാണ് കുരുക്ഷേത്ര യുദ്ധം, അല്ലേ? നമുക്കറിയാം, എണ്ണത്തിലും വണ്ണത്തിലും പാണ്ഡവന്മാരെക്കാൾ അധികമാണ് കൗരവന്മാർ, അല്ലേ? അവർ 100 ആളുണ്ട്. കൗരവന്മാർ ദുര്യോധനൻ, ദുശാസനൻ ഒക്കെ ദു എന്നാണ് തുടങ്ങുക. പോരാ, ദുര്യോധനാദികളെ സഹായിക്കാൻ ഭീഷ്മര്, ദ്രോണര്, അല്ലേ, ശല്യര് തുടങ്ങിയ അതിഗംഭീരന്മാർ. ഇനി നേരായ വഴിയിൽ കൂടി കാര്യം നടക്കില്ലെങ്കിൽ ദുര്യോധനന് വളഞ്ഞ വഴി പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട്? വളഞ്ഞ വഴിയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്ത ആളാണ് ശകുനി. ദുര്യോധനൻ്റെ ഒരു ചെവി എപ്പോഴും ശകുനിയുടെ വായയുടെ ഉള്ളിലാണ്. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിട്ടും കൗരവന്മാർ യുദ്ധഭൂമിയിൽ നശിച്ചു. പാണ്ഡവന്മാരോ 5 ആൾക്കാരേ ഉള്ളൂ. സഹായത്തിനാകെ വന്നത് ഒരു കൃഷ്ണൻ. മൂപ്പരാണെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ സത്യപ്രതിജ്ഞയും ചെയ്തു. എന്ത്? യുദ്ധത്തിന് ഞാൻ വരാം, പക്ഷേ ആയുധം എടുക്കില്ല. ആലോചിച്ച് നോക്കൂ, യുദ്ധത്തിന് വരുന്ന ആൾ ആയുധം എടുക്കാണ്ട് വന്നാൽ അയാളെ നോക്കേണ്ട പണി ബാക്കിയുള്ളവർക്കാവും, അല്ലേ? ഇവിടെ ആയുധമെടുക്കാതെ വന്ന ആ കൃഷ്ണനെ ആശ്രയിച്ചു പാണ്ഡവന്മാർ. എന്നിട്ടും കൈവർത്തക കേശവ, അല്ലേ? ആ ഭഗവാൻ ചമ്മട്ടിയും കടിഞ്ഞാണുമായി പാർത്ഥസാരഥിയായി മുൻപിലൊന്ന് ഇറങ്ങിയപ്പോൾ
കൗരവ സൈന്യസാഗരത്തെ തരണം ചെയ്ത് ധർമ്മത്തിൻ്റെ വിജയധ്വജം പാറിക്കാൻ പാണ്ഡവന്മാർക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ കേവലം കൃഷ്ണൻ എന്നുള്ളത് ദേവകീപുത്രനായിട്ടുള്ള ഒരാളല്ല, പിന്നെയോ ധർമ്മസ്വരൂപമാണ്, ധർമ്മമാണ്. അപ്പൊ ധർമ്മം വേറെ, കൃഷ്ണൻ വേറെ, ഭഗവാൻ വേറെ എന്ന് കണക്കാക്കേണ്ടതില്ല. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഭാഗവത സംഗ്രഹാധ്യായം, ഭാഗവതം സമർപ്പണ രംഗത്തിൽ എല്ലാ കഥകളെയും പറയുന്നതായ സംഗ്രഹാധ്യായം തുടങ്ങുന്നത് നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. ധർമ്മത്തെ നമസ്കരിച്ച്, ധർമ്മസ്വരൂപിയായ കൃഷ്ണനെ നമസ്കരിച്ച്, ആ ധർമ്മസ്വരൂപിയായ കൃഷ്ണനെ ആരാധിക്കുന്നതായ സജ്ജനങ്ങളെ നമസ്കരിച്ചുകൊണ്ടാണ് സനാതനധർമ്മം, ഭാഗവതധർമ്മം പറയാൻ പുറപ്പെടുന്നതെന്ന്. അപ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രണ്ടാൾക്കാർ ഇപ്പോഴും മരിക്കാണ്ട് ബാക്കി കിടക്കുകയാണ് അല്ലേ? ഒരാള് ഓരോ നിമിഷവും മരണത്തിൻ്റെ കാലടി ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുക. ഇപ്പോൾ വരും തന്നെ കൊണ്ടുപോവാൻ, ഇപ്പോൾ വരും കാലൻ, ഇപ്പോൾ വരും യമധർമ്മരാജാവ്, ഇപ്പോൾ വരും മരണം എന്ന് മരണത്തെ കാത്ത് ഭയന്ന് കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ ഇപ്പോൾ വരും ഭഗവാന്റെ പുഞ്ചലങ്കയുടെ ശബ്ദം, ഇപ്പോൾ വരും കൃഷ്ണൻ എന്ന് ഭഗവാനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തൻ്റെ കർമ്മത്തിൻ്റെ ഫലത്തിനനുസരിച്ച് ഉണ്ടാകുന്നതായ ചിന്തകൾ സദാസമയവും ഭഗവാനെ ഹൃദയം കൊണ്ട് ആരാധിച്ച ഭീഷ്മപിതാമഹര് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭഗവാനെ ഓർത്ത് മരണത്തെ മറന്നു കിടക്കുമ്പോൾ സദാസമയവും ദുഷ്ടത മാത്രം ചെയ്ത ദുര്യോധനൻ ഭഗവാനെ മറന്ന് മരണത്തെ ഭയന്നുകൊണ്ട് കിടക്കുന്നു. ഇവിടെ ദുര്യോധനൻ്റെ അടുത്തേക്കാണ് വ്യാസമഹർഷി ക്യാമറ ആദ്യം കൊണ്ടുപോകുന്നത്. ഭീമസേനൻ്റെ ഗദാപ്രഹരമേറ്റ് തുട പൊളിഞ്ഞ് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് ദുര്യോധനൻ. അങ്ങനെ ദുര്യോധനൻ മരണത്തിന് വേണ്ടി കിടക്കുന്ന സമയത്താണ് ആരോ കുലുക്കി വിളിച്ചത്. കണ്ണു തുറന്നപ്പോൾ കണ്ടത് എന്താച്ചാൽ രക്തം ഇറ്റി വീഴുന്ന വാളുമായി നിൽക്കുന്ന കൂട്ടുകാരനായ അശ്വത്ഥാമാവ്. ദ്രോണപുത്രനായ ഗുരുപുത്രനായ അശ്വത്ഥാമാവ് ദുര്യോധനനോട് പറഞ്ഞു, ഹേ ദുര്യോധന, ഏതായാലും നീ മരിക്കാൻ പോവല്ലേ, നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ രക്തം ആരുടേതാണെന്നറിയോ? ആരുടേതാ? നിന്റെ ശത്രുക്കളായ പാണ്ഡവന്മാരുടെ മക്കളുടെ രക്തമാണ്. പാണ്ഡവന്മാരുടെ 5 കുട്ടികളെയും ഞാൻ വെട്ടിക്കൊന്നു. ഇനി പാണ്ഡവന്മാർക്ക് അനന്തരാവകാശികളില്ല. ഉപപാണ്ഡവന്മാര് എന്ന് പേരുള്ളതായ പാഞ്ചാലിയുടെ 5 കുട്ടികളെയും ഞാൻ വെട്ടിക്കൊന്നു. ദുര്യോധന, നിനക്ക് സന്തോഷായില്ലേ എന്ന് ചോദിച്ചു. ഇവിടെ ദുര്യോധനൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ദുര്യോധനൻ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, അശ്വത്ഥാമാവേ, ഇതൊരു 10 ദിവസം മുമ്പാണ് നീ ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഒരു പൊന്നാടിയൊക്കെ അണിയിക്കുമായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം മരിക്കാൻ പോകുന്ന എന്നെ സംബന്ധിച്ച് നീ ഇനി പാണ്ഡവന്മാരെ കൊന്നാലും വലിയ സന്തോഷമൊന്നുമില്ല അല്ലേ? അപ്പം മരിക്കാൻ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് കേട്ടാൽ അയാൾക്ക് സന്തോഷാവുക? മരിക്കാൻ കിടക്കുന്ന ആളോട് എന്ത് പറഞ്ഞാൽ സന്തോഷാവും? സ്വർണത്തിന് വില കുറഞ്ഞു എന്ന് പറഞ്ഞാൽ സന്തോഷാവുമോ? ആ ടൗണിൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട്, വലിയ പൈസയൊന്നുമില്ല, ഇപ്പോൾ വേണമെങ്കിൽ വാങ്ങി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ സന്തോഷാവുമോ? അയാൾ പറയും, ഇനി എനിക്ക് 10 സെൻറ്റൊന്നും വേണ്ടി വരില്ല. അപ്പോൾ മരണം എന്നുള്ള ആ ഒരവസ്ഥയിലെത്തിയ ഒരാളെ സംബന്ധിച്ച്
പുറമേ നിന്നുള്ള ഒരു വാർത്തകളും അദ്ദേഹത്തിന് സന്തോഷമാവില്ല. ദുര്യോധനന് പോലും സന്തോഷമായില്ല. ഇപ്പം പരമദുഷ്ടനായ ദുര്യോധനന് പോലും മരണസമയത്തൊരു തിരിച്ചറിവുണ്ടായി. അശ്വത്ഥാമാവേ, നീ ചെയ്തത് നന്നായില്ല എന്ന് പറയലും ദുര്യോധനൻ മരിച്ചു. ഇവിടെ അർജുനൻ അറിഞ്ഞു ഈ വാർത്ത. തൻ്റെ മക്കളെ മുഴുവൻ അശ്വത്ഥാമാവ് വെട്ടിക്കുന്നു എന്നറിഞ്ഞതും അർജുനൻ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരി വാള് മുകളിലേക്ക് ഉയർത്തി ഘോരമായ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു. ആരാണോ എൻ്റെ മക്കളെ കൊന്നത് അവൻ ആരായാലും ശരി, അവനെ ഞാനും കൊല്ലും. സത്യം 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 സത്യപ്രതിജ്ഞ ചെയ്തു. ആര്? അർജുനൻ. എന്നിട്ടോ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ അർജുനൻ കൃഷ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തേ? എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ. സത്യപ്രതിജ്ഞ ചെയ്യാനേ എന്നെ കൊണ്ട് പറ്റൂ. ഇനി ഇത് സത്യമാക്കണമെങ്കിൽ ആര് വേണം? മുൻപിൽ ഭഗവാൻ പുറപ്പെടണം. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ സാരഥിയായി അർജുനനെയും കൂട്ടി പുറപ്പെടുന്നതും അതിഗംഭീരമായ യുദ്ധത്തിനൊടുവിൽ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നിറഞ്ഞ സഭയിൽ വെച്ച് അശ്വത്ഥാമാവിനെ വെട്ടിക്കൊല്ലാനായി അർജുനൻ വാള ഉയർത്തിയപ്പോഴാണ് മുച്യതാം മുച്യതാം ഏഷ ബ്രാഹ്മണോ നിതരാം ഗുരു. പാഞ്ചാലി അവിടേക്ക് കയറി വന്നത്. പാഞ്ചാലി എന്തു പറഞ്ഞു? അഴിച്ചുവിടാൻ പറഞ്ഞു. കാരണം എൻ്റെ 5 മക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു. അതിന് പകരം ഇവനെ കൊന്നാൽ ഒരാളെങ്കിലും തിരിച്ചു കിട്ടുമോ? അതില്ല. പകരം എന്താ ഉണ്ടാവുക? ഈ അശ്വത്ഥാമാവിൻ്റെ അമ്മയ്ക്ക് കൂടി ദുഃഖം ഉണ്ടാവും. അപ്പോൾ ഒരു കുട്ടി മരിച്ചാലുള്ള സങ്കടം എത്രയാണ് എന്നറിയുന്ന ഞാൻ മറ്റൊരമ്മ കൂടി ഇതുപോലെ സങ്കടം അനുഭവിക്കണമെന്ന് ഇനി എങ്ങനെ ആഗ്രഹിക്കും? അതുകൊണ്ട് അഴിച്ചുവിടാനായിട്ട് അറിയിച്ചപ്പോൾ അർജുനൻ നിറഞ്ഞ സഭയിൽ വെച്ച് അശ്വത്ഥാമാവിനെ അപമാനിച്ചിറക്കി വിട്ടു. അല്ലേ? അഭിമാനികൾക്ക് അപമാനം എന്ന് പറഞ്ഞാൽ മരണതുല്യമാണ്. നിറഞ്ഞ സഭയിൽ വെച്ച് അശ്വത്ഥാമാവിൻ്റെ തലയിലുള്ള ഒരു ചൂടാരത്വം പിഴുതെടുത്ത് അയാളുടെ മീശയും താടിയൊക്കെ പകുതി വടിച്ചു കളഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ അശ്വത്ഥാമാവ് പ്രതികാരത്തിൻ്റെ പ്രതീകമായി മാറിയെന്ന്. അല്ലേ? ചിരഞ്ജീവി എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾക്കാരുണ്ട്. കേട്ടിട്ടുണ്ടോ? ചിരഞ്ജീവി സിനിമാ നടനല്ല. ചിരഞ്ജീവി എന്ന് വെച്ചാൽ മരണമില്ലാത്ത ആൾക്കാർ. ആ മരണമില്ലാത്ത ആൾക്കാരുടെ ലിസ്റ്റിൽ പെട്ട ഒരാളാണ് ആര്? അശ്വത്ഥാമാവ്. ഇപ്പം നമുക്ക് തോന്നും ഈ ദുഷ്ടൻ എങ്ങനെ അതിൽ കയറി കൂടിയത് അല്ലേ എന്നാണെങ്കിൽ ഈ ചിരഞ്ജീവി എന്ന് പറയണതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള പല വികാരങ്ങളുടെയും പ്രതിനിധികളാണ്. അപ്പോൾ പ്രതികാരം എന്ന വികാരത്തിൻ്റെ പ്രതിനിധിയാണ് ആര്? അശ്വത്ഥാമാവ്. ഈ പ്രതികാരം എന്നുള്ള വികാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് എപ്പോഴും മരിക്കാണ്ട് നമ്മുടെ ഉള്ളിലിരിക്കും. അല്ലേ? വരട്ടെ, അവസരം വരുമല്ലോ, ഞാൻ കാണിച്ചു കൊടുക്കാം അവന് എന്ന് നമ്മളുടെ മനസ്സിൽ ഒരാളോടൊരു പ്രതികാരം തോന്നിയാൽ പിന്നെ അതെപ്പോഴും ചാവാണ്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കും. ഇവിടെ സർവ്വവിധത്തിലും അശ്വത്ഥാമാവിനെ അപമാനിച്ചിറക്കി വിട്ടപ്പോൾ അപമാനം പ്രതികാരമായി മാറി. അശ്വത്ഥാമാവ് ഈ പാണ്ഡവകുലത്തെ മുച്ചൂടും നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനെന്താ വഴി? അർജുനൻ്റെ മകനാണ് അഭിമന്യു. കൗരവ സേന ഉണ്ടാക്കിയ ചക്രവ്യൂഹം എന്ന ഒരു സേനാവ്യൂഹം. എന്താ ചക്രവ്യൂഹത്തിൻ്റെ പ്രത്യേകത? അതിൽ നിന്ന് എത്ര കണ്ട് പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് ഉള്ളിലേക്ക് കുടുങ്ങിപ്പോയി മരിക്കും. അങ്ങനെ ഒരു സേനാവ്യൂഹത്തിൽപ്പെട്ട് അഭിമന്യു മരിച്ചു. ഈ അഭിമന്യുവിൻ്റെ ഭാര്യയാണ് ഉത്തരാദേവി. ചെറിയ പ്രായം, ഗർഭിണിയാണ്, അതേസമയം വിധവയുമായി. ഇത്രയും വലിയ സങ്കടം സഹിച്ച് ഉത്തരാദേവി അന്തഃപുരത്തിൽ കഴിയുമ്പോഴാണ് ഒരിക്കൽ ഉത്തരാദേവി കാണുന്നത് അഗ്നിഗോളം പോലെ തന്നെയും തൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയെയും നശിപ്പിക്കാൻ ബ്രഹ്മാസ്ത്രം വരുന്നതായ കാഴ്ച. ആ ബ്രഹ്മാസ്ത്രം വരുന്നതായ കാഴ്ച കണ്ടതും
ഉത്തരാദേവി ആലോചിച്ചു, തനിക്ക് ആരാണ് ആശ്രയം, ആരാണ് ആശ്രയം എന്ന് ഉത്തരാദേവി ഒന്ന് നോക്കിയപ്പോഴാണ് പാണ്ഡവന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് പോവാനായി രഥത്തിലേക്ക് ആ കാലെടുത്ത് വയ്ക്കണ സമയം. രഥത്തിലേക്ക് ഭഗവാൻ തൻ്റെ പുഞ്ചിലം പണിഞ്ഞ പാദം എടുത്തു വയ്ക്കാൻ ഭാവിക്കുമ്പോഴേക്കും ആ തൃപ്പാദത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു ഉത്തരാദേവി. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപതേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. മഹായോഗിൻ ആയിട്ടുള്ള ഭഗവാനെ, ഞാനിതാ അങ്ങയെ ആശ്രയിക്കുന്നു. എന്തിനാ ഭഗവാനെ ആശ്രയിക്കുന്നത്? ന അന്യം ത്വദഭയം പശ്യേ, അങ്ങയിൽ നിന്ന് അന്യമായിട്ട് മറ്റൊരാളെ ഇപ്പോ എനിക്ക് ആശ്രയിക്കാൻ സാധിക്കില്ല എന്ന. എപ്പോ? എത്ര മൃത്യു പരസ്പരം, മരണം മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അല്ലേ? ബാക്കി എല്ലാ കാര്യത്തിലും ചിലപ്പോൾ നമുക്ക് സഹായിക്കാൻ ആരെങ്കിലും സംഘടനകളോ വ്യക്തികളോ ഒക്കെ ഉണ്ടായേക്കാം. ഇപ്പം വീടില്ലാച്ചാൽ അത് തരാൻ, ഭൂമി ഇല്ലാച്ചാൽ അത് തരാൻ, ജോലി ഇല്ലാച്ചാൽ അത് തരാൻ, പണം ഇല്ലാച്ചാൽ അത് തരാൻ ഒക്കെ ചിലപ്പോൾ ഈ ലോകത്തിൽ ആരെങ്കിലും നമുക്ക് സഹായം ചെയ്തേക്കാം. പക്ഷേ മരിക്കാൻ പോണു, ആരാ നമ്മളെ രക്ഷിക്കുക? അല്ലേ? മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും? എൻ്റെ പരിചയത്തിലുള്ള ഒരു അമ്മയുണ്ട് കോഴിക്കോട് ടൗണിൽ. അപ്പോൾ ഇവരുടെ ഈ അമ്മ മാത്രമേ അവിടെ താമസമുള്ളൂ. ഇവരുടെ മക്കളൊക്കെ പുറത്തെവിടേക്കോ ആണ്. അപ്പം ഇവരുടെ അപ്സ്റ്റെയറിൽ വാടകയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ അമ്മയ്ക്ക് ആളുമായി അല്ലേ? അങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി മക്കൾ വാടകയ്ക്ക് കൊടുത്തു. കിട്ടിയതൊരു ഡോക്ടറെ. അപ്പം ഈ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ സമാധാനമായി. എന്തേ? ഡോക്ടർ ഉണ്ടല്ലോ മുകളിൽ തന്നെ ഡോക്ടർ ഉള്ളത് വലിയ സമാധാനമായി എന്നൊക്കെ പറഞ്ഞതാ. 2 ആഴ്ച മുമ്പ് ഡോക്ടർ മരിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത് മൃത്യു പരസ്പരം. മൃത്യു എന്നുള്ളതിന് ഒറ്റ കാരണമേ വേണ്ടൂ. എന്ത്? മരിക്കാൻ എന്താ കാരണം? ഇപ്പോൾ നമ്മൾ പല കാരണവും പറയും. വയസ്സായതുകൊണ്ടാണ് മരിച്ചത്, അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത്, വണ്ടി തട്ടിയിട്ടാണ് മരിച്ചത്, തേങ്ങ വീണിട്ടാണ് മരിച്ചത്. ഒന്നുമല്ല. മരിക്കാൻ എന്താ കാരണം എന്നറിയോ? ജനിച്ചത് കൊണ്ടാണ് മരിച്ചത്. ഇല്ലെങ്കിൽ പ്രശ്നമേ ഇല്ലായിരുന്നു. വക്കീലിനോട് പോയിട്ട് ഒരാൾ ചോദിച്ചു, ഡൈവേഴ്സിന് എന്താ വേണ്ടതെന്ന്. അപ്പോൾ വക്കീൽ പറഞ്ഞു, കല്യാണം കഴിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇതേപോലെ മരിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ജനിച്ചാൽ മതി. വേറെ ഒരു കാരണവും മരണത്തിന് വേണ്ട. ബാക്കി എല്ലാത്തിനും ടോക്കണൊക്കെ ഉണ്ട്. ആദ്യം വന്ന ആൾ ആദ്യം പോകണം, രണ്ടാമത് വന്ന്. മരണത്തിന് അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ആദ്യം വന്ന ആൾ പോവേയില്ല, എത്രയോ കഴിഞ്ഞ് വന്ന ആളാവും ആദ്യം പോവുക. അപ്പം ഇതെങ്ങനെയാ ഏതാണെന്നൊന്നും നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കണക്കില്ല. യാത്ര ട്രെയിനിലൊക്കെ കയറണ പോലെയാ അല്ലേ? ഒരാളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വണ്ടി കയറി. കുറച്ച് കഴിഞ്ഞ് കൊല്ലത്തുനിന്ന് ഒരാൾ കയറി കോട്ടയത്ത് ഇറങ്ങാൻ പോകുമ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് കയറിയ ആൾ ഇയാളെ പിടിച്ച് വലിച്ചിട്ട് പറയാ, ഞാൻ നിങ്ങളെ ഇറങ്ങാൻ വിടില്ല, ഞാനല്ലേ ആദ്യം കയറിയത് എന്ന് പറയാവോ? ഇല്ല. അവനവൻ്റെ സമയമായാൽ കയറിക്കൂല, ഇറങ്ങിക്കൂല. ഇതുപോലെ മൃത്യു എന്നുള്ളതിന് ജനിച്ച എല്ലാവരും അടിമപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ചിന്മയാനന്ദ സ്വാമികൾക്ക് അസുഖം വല്ലാണ്ട് മൂർച്ഛിച്ചപ്പോൾ ഒരു ശിഷ്യൻ ഇദ്ദേഹത്തോട്, ഇവിടുത്തെ ചികിത്സയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു അത്രേ, നമുക്ക് അമേരിക്കയിലേക്ക് പോയാലോ എന്ന്. അപ്പം ചിന്മയാനന്ദ സ്വാമികൾ ചോദിച്ചു, അവിടെ ആരും ചാവാറില്ലേ? അല്ലേ? അമേരിക്കയിൽ പോയാൽ അവിടെയുള്ളവരും ചാവണുണ്ട്. അപ്പോൾ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. പക്ഷേ മൃത്യു ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും. മൃത്യോർമ്മ അമൃതം ഗമയ, അമൃതസ്വരൂപനായ ഭഗവാനെ ചിന്തിച്ചാൽ. അതുകൊണ്ട് മരണസമയത്ത് നമ്മുടെ മനസ്സിൻ്റെ വേവലാതി കുറയ്ക്കാൻ ഒരാൾക്കേ സാധിക്കൂ, അത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ
ഞാൻ അങ്ങയെ തന്നെ ആശ്രയിക്കുന്നു. ഇനി ഞാൻ മരിക്കണതിലല്ല എനിക്ക് വിഷമം. എൻ്റെ ഗർഭത്തിലൊരു കുട്ടി വളരുന്നുണ്ട്. ആരാത്? പാണ്ഡവന്മാരുടെ അനന്തരാവകാശി അല്ലേ? സദാസമയവും കൃഷ്ണൻ മാത്രമാണ് ആശ്രയം എന്ന ഭാവത്തിൽ വളർന്ന ആ പാണ്ഡവന്മാരുടെ അനന്തരാവകാശിയായ ഒരു കുട്ടി എൻ്റെ ഗർഭത്തിൽ വളരുന്നുണ്ട്. ആ കുട്ടിക്ക് ഒരാപത്തും ഉണ്ടാവരുത്. മാമേ ഗർഭോ നിപാത്യതാം എന്ന് ഉത്തര എന്ന ആ പരമഭക്തയായ അമ്മ കണ്ണുനീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പുറമേയുള്ള ആ ബ്രഹ്മാസ്ത്രത്തെ തൻ്റെ സുദർശന ചക്രം കൊണ്ട് നശിപ്പിച്ചു. അകത്ത് കിടക്കുന്ന ഉത്തരാപുത്രനെ അങ്കുഷ്ഠമാത്രമമലം, ചെറിയ ഒരു പെരുവിരലിൻ്റെ രൂപത്തില്, പെരുവിരലിനോളം വലുപ്പത്തില്, ശംഖചക്ര ഗദാധാരിയായ അതിസുന്ദരമായ രൂപത്തില് ഉത്തരാഗർഭത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ച് സുദർശനേന, തൻ്റെ സുദർശനം കൊണ്ട്, നല്ല ഒരു നോട്ടം കൊണ്ട് ആ കുട്ടിയെ കടാക്ഷിച്ചു. അപ്പോൾ ആ ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കണ്ണ് തുറന്നപ്പോൾ കണ്ടത് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ്. ഇവിടെ അടുത്ത നിമിഷം നശിച്ചു പോകും, അനാഥമായി തീരും എന്നു കരുതിയ പാണ്ഡവകുലത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും അനുഗ്രഹിച്ച് രക്ഷിച്ചപ്പോൾ പാണ്ഡവ മാതാവായ കുന്തിദേവിക്ക് ഭഗവാനെ ഒന്ന് സ്തുതിക്കണം എന്ന് തോന്നി അല്ലേ? നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്തുതി, അല്ലെങ്കിൽ ഒരു നന്ദി അല്ലേ? മുൻപിലിരിക്കുന്ന ആളുടെ എന്തോ പേനയോ ടവ്വലോ മറ്റോ താഴത്ത് വീണു. അതെടുത്തു കൊടുത്തിട്ടൊന്നുമില്ല, ഒരു വിരലോണ്ട് ഇങ്ങനെ നോണ്ടിയിട്ട് കണ്ണുകൊണ്ട് കഥകളി കാണിച്ചു, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അയാൾ ആ പെണ്ണെടുക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, താങ്ക്സ്. അതോ മറ്റോ അയാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞാലും നമ്മൾ പറയും ഒരു നന്ദിയില്ലാത്തവനത് അല്ലേ? അപ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും നമ്മൾ നന്ദി കേൾക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ഈ ഭഗവാനോട് നമ്മൾ എത്ര നന്ദി പറയണം? ഭഗവാൻ നമ്മളിൽ നിന്ന് എത്ര നന്ദി പ്രതീക്ഷിക്കുന്നുണ്ട്? അപ്പം നമ്മൾ പറയും അതിന് എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ ഒന്നും തന്നിട്ടില്ലല്ലോ. നമുക്കെന്താ അറിയോ, തന്നത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഏകദേശം എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട്? എത്ര കോടിയുടെ ആസ്തിയുണ്ട്? ഓണത്തിന് വാങ്ങിയ ഒരു കോടിയുണ്ട്. ആ കോടിയല്ല ഞാൻ പറഞ്ഞത്. എത്ര പണം, എത്ര കോടി ഉണ്ടാവും? അയ്യോ ഒന്നുമില്ല എന്നൊക്കെ ഇപ്പോൾ പറയും. പോട്ടെ, ബാങ്കിലുള്ളതും വീട്ടിലുള്ളതും ഒക്കെ വിട്ടിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര കോടി ഉണ്ടാവും? ഒന്നുമില്ല എന്നല്ലേ പറയാം? ശരി. ഇപ്പോൾ ഇവിടെ അടുത്ത് മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് ഒരാൾക്ക് ഒരു ഹാർട്ട് ആവശ്യമുണ്ട്, ഒരു ഹൃദയം ആവശ്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം എത്ര കിട്ടിയാൽ കൊടുക്കും? ചത്തിട്ട് വേണം കെടുത്തോട്ടെ, ഇപ്പോൾ എത്ര കിട്ടിയാൽ കൊടുക്കും? പോട്ടെ, നിങ്ങളുടെ ഒരു കണ്ണിന് നിങ്ങളുടെ എത്ര വില നിശ്ചയിച്ചിട്ടുണ്ട്? ഒരു കണ്ണിന് പറയാൻ പറ്റുന്നുണ്ടോ? അപ്പം ആലോചിച്ച് നോക്കൂ, ഇത്രയും സമ്പത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ലേ? ഒരു സെറ്റ് പല്ലിന് തന്നെ ഇപ്പം എത്ര പൈസയുണ്ട്. അപ്പം ആദ്യം ഒറിജിനൽ പല്ല് ഫ്രീ ആയിട്ട് ഭഗവാൻ തന്നിട്ടില്ലേ? ഈയിടെ ഞാൻ എവിടെയോ വായിച്ചു, ഈ തലമുടി ഇപ്പോൾ പുല്ല് പിടിപ്പിക്കണ പോലെ പിടിപ്പിക്കണില്ലേ ചില സ്ഥലത്ത്? അതിന് 2 ലക്ഷം രൂപയാണത്രേ ചാർജ്.
അപ്പം ആലോചിച്ച് നോക്കൂ, നമുക്കൊരു പൈസയും ചിലവില്ലാണ്ട് ആദ്യം ഗുരുവായൂരപ്പൻ ഇത് ഫ്രീ ആയിട്ട് തന്നിട്ടില്ലേ? ഇതിനൊക്കെ നമ്മൾ ഗുരുവായൂരപ്പനോട് നന്ദി പറയണ്ടേ? നിസ്സാരമായ ഒരു പെണ്ണെടുത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ നന്ദി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സമ്പത്ത് നമുക്ക് തന്ന ഭഗവാനോട് നമ്മൾ എത്ര നന്ദി പറയണം. അപ്പം എന്ത് ചെയ്യണം എന്നറിയോ? നാവുണ്ടോ? ആ നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നിടത്തോളം കാലം നമ്മൾ മനസ്സിലാക്കണം, ഈ നാവ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു വാക്ക് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, ആലോചിച്ചു നോക്കൂ, ചെറിയ കാര്യമല്ല അല്ലേ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിങ്ങനെ 3 ഭാവങ്ങളിലായിട്ട് നമ്മുടെ ഉള്ളിൽ സദാസമയവും ആ ചൈതന്യം പ്രവർത്തിക്കണം. അപ്പം അടുത്ത ഒരു വാക്ക് എന്തു പറയണം എന്ന് നമ്മുടെ മൈൻഡിൽ, നമ്മുടെ മനസ്സിൽ ആഗ്രഹം, ഇച്ഛ. പറയണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, പറയാനുള്ള വാക്കുകൾ അറിയണം. ജ്ഞാനം, അറിഞ്ഞിട്ട് കാര്യമില്ല. ആ അറിയുന്ന വാക്കിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മധ്യമ, വൈഖരി തുടങ്ങിയിട്ടുള്ള ഭാവങ്ങളിൽ കൂടി പുറത്തേക്ക് വരണമെങ്കിൽ എന്തൊക്കെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ നിയന്ത്രിച്ചിട്ട് ചെയ്യണതാണോ? ആണോ? അടുത്ത വാക്ക് ഇന്നത് പറയണം എന്ന് നമ്മൾ തീരുമാനിച്ച് ആ വാക്ക് ഓർഡർ ചെയ്ത് ആ ഓർഡർ ഇവിടെ എത്തി, അവിടുന്ന് ഇവിടെ കൊടുത്ത് നമ്മളാണോ ഇതിൻ്റെ ഒക്കെ പിറകെ പോണത്? അല്ല. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കൺട്രോളേ ഇല്ല അല്ലേ? നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ ഇന്നത് ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാ വരുന്നതെന്ന് നമുക്കറിയില്ല അല്ലേ? ഉള്ളിൽ നിന്ന് ഒരു വായു വന്ന് നമ്മുടെ കണ്ഠത്തിൽ, നമ്മുടെ കണ്ഠത്തിലുള്ള ഡയഫ്രത്തിൽ തട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഡയഫ്രത്തിൽ നിന്നൊരു കമ്പനത്തിൻ്റെ ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. ആ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ വായയുടെ ഉള്ളിൽ കിടന്നിട്ട് ഒരാൾ സർക്കസ് കളിക്കുന്നുണ്ട്. ആര്? നാവ്. ആലോചിച്ച് നോക്കൂ, ധൃതരാഷ്ട്രർ എന്നൊക്കെ പറയണമെങ്കിൽ നമ്മുടെ നാവ് മെനക്കേട് എത്രയാ? മുകളിൽ പോയി തട്ടി, താഴത്ത് പോയി തട്ടി, പല്ലിൻ്റെ ഇടയിൽ നിർത്തി അല്ലേ, മടങ്ങി നിവർന്ന് ഇങ്ങനെ കളരിപ്പയറ്റ് നാവ് കളിക്കേണ്ടത് കൊണ്ടാണ് ഓരോ അക്ഷരങ്ങൾ ഈ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതിലെന്തെങ്കിലും ഒന്ന് നമ്മുടെ കഴിവ് എന്ന് പറയാൻ പറ്റുമോ? ഈ ഭാഗത്ത് എവിടെയോ ഒരു ചെറിയ ഒരു പൈപ്പുണ്ട് അത്രേ. ഈ സിമൻറ്റ് പണിക്കാർ വാട്ടർ ലെവൽ നോക്കണില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? സിമൻറ്റ് പണിക്കാർ വാട്ടർ ലെവൽ നോക്കണില്ലേ? അതുപോലെ ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു തുള്ളി രസം ഉണ്ട്. ആ പൈപ്പിൻ്റെ ഉള്ളിലുള്ള ആ ഒരു രസം കൃത്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ 2 കാലിൽ നടക്കുന്നത്. ആ രസം അത് സിനിമയിൽ പറയുന്ന പോലെ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടില്ലേ? ബാലൻസിൻ്റെ പ്രശ്നം കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇയർ ബാലൻസ്. ആലോചിച്ച് നോക്കൂ, ആരുടെ കഴിവാ അപ്പം ഇത്ര കാലം 2 കാലിൽ നടന്നത്? അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ കഴിവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. രാവിലെ ഉപ്പുമാവ് തട്ടി വിട്ടു, ഇപ്പോൾ 12:45 അടുത്ത പരിപാടിയാ. എന്ത്? ചോറും കൂട്ടാനും തട്ടിവിടും. ഇതൊക്കെ കഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഈ കഴിക്കുന്നതൊക്കെ കൃത്യമായി അത് വേണ്ട സ്ഥലത്തേക്ക് എത്തിച്ച് അതിനെ ദഹിപ്പിച്ച് അതിൻ്റെ ഊർജം നമ്മുടെ ശരീരത്തിൽ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കേണ്ടത് എത്തിച്ച് അതിൻ്റെ മാലിന്യങ്ങൾ വേറൊരു ടാങ്കിൽ കൊണ്ടുപോയി വെച്ച് ഇതൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കഴിവുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല എങ്കിൽ അത് തരുന്ന ഭഗവാനോട് നന്ദി പറയണം. അതുകൊണ്ട് ഭാഗവതം നമ്മളോട് പറയുന്നത് നാവുള്ളിടത്തോളം
നാമം ജപിക്കണം. കണ്ണുള്ളിടത്തോളം ഭഗവാനെ കാണണം. കാതുള്ളിടത്തോളം ഭഗവാന്റെ മഹിമകൾ നമ്മൾ കേൾക്കണം. കാലുള്ളിടത്തോളം ഭഗവാന് പ്രദക്ഷിണം വയ്ക്കാം. കൈയുള്ളിടത്തോളം ഭഗവാനെ ഒന്ന് തൊഴാൻ, ശിരസ്സുള്ളിടത്തോളം ഒന്ന് ഭഗവാനെ നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈശ്വരനോട് നന്ദിയുള്ളവരായി ജീവിക്കാം അല്ലേ? അപ്പോൾ ആ ഭഗവാനോട് നന്ദി പറയണം. അത്തരത്തിൽ ഭഗവാനെ വീണ് നമസ്കരിച്ച് നന്ദി പറഞ്ഞ കുന്തിദേവി മുതൽ മാർക്കണ്ഡേയൻ വരെയുള്ള വലിയൊരു ഭാഗവത പരമ്പര നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ കാണാം. കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമസ്കരിച്ച് ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഭാഗവതത്തിലെ ആദ്യ സ്തുതിയാണ് കുന്തി സ്തുതി. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിച്ചു കുന്തിദേവി. എന്നിട്ട് എന്താ പറയുന്നതെന്നറിയോ? ഞാനിതാ നമസ്കരിക്കുന്നു. ആരെയാ നമസ്കരിക്കുന്നത്? പുരുഷം, പുരുഷനെയാണ് നമസ്കരിക്കുന്നത്. ആരാ പുരുഷൻ? ഇവിടെ പുരുഷൻ എന്ന് വെച്ചാൽ മെയിൽ ഫീമെയിൽ എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ പുരത്തിൽ ശയിക്കുന്ന ചൈതന്യമാണ് ആര്? പുരുഷൻ. പുരം എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ ശരീരത്തിനകത്ത്, ദേഹത്തിനകത്ത് ചൈതന്യമായി കുടികൊള്ളുന്ന ആ പുരുഷനെ ഞാനിതാ നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള പുരുഷൻ? ആദ്യം, ഇവിടെ ആദ്യമേ ഉള്ളവനായ പുരുഷൻ. ഉണ്ടായ ഒരാളാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുക. ഉണ്ടായ ഒരാളാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇല്ലാണ്ടാവും. ജനിച്ച ഒരാളാണ് ദൈവം എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് മരിക്കും. അപ്പോൾ ജനനമരണമില്ലാത്ത, ആദ്യന്തമില്ലാത്ത ആ ചൈതന്യമാണ് ഈശ്വരം. ഈശ്വരൻ. ഈ ഈശ്വരന്റെ മഹിമ എന്താ അറിയോ? പ്രകൃതേ പരം, പ്രകൃതിയെ പോലും നിയന്ത്രിക്കുന്നവനാണ്. നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാതെ എന്നാൽ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതാണ് പ്രകൃതി അല്ലേ? ചില കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് പ്രകൃതിയാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ എന്ന് പ്രാർത്ഥിക്കുന്നത്. കായേന ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ബുദ്ധി കൊണ്ട്, പിന്നെയോ പ്രകൃത്യാ ഞാൻ ചെയ്യുന്ന ഏത് കർമ്മങ്ങളും. അപ്പൊ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാ അത്? ആരാ ഈ പ്രകൃതി? ദേവി മഹാത്മ്യത്തിൽ കാണാം, യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് തുടങ്ങി അനേകം ശ്ലോകങ്ങൾ കാണാം. അതിൽ ഈ പ്രകൃതി നമ്മളെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് വ്യക്തമായി പറയും. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത ക്ഷുതാരൂപേണ സ്മൃതിരൂപേണ വിദ്യാരൂപേണ ബുദ്ധിരൂപേണ ക്രോധരൂപേണ ഭ്രാന്തിരൂപേണ. ഈ രൂപത്തിലൊക്കെ യാതൊരു ദേവിയാണോ എന്നെ നിയന്ത്രിക്കുന്നത് ആ ദേവിക്ക് നമസ്കാരം. അപ്പോ ഈ പറഞ്ഞതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇപ്പോ ഉറക്കം നമ്മുടെ നിയന്ത്രണത്തിലാണോ? നമ്മുടെ ഇഷ്ടത്തിനാണോ നമ്മൾ ഉറങ്ങുന്നത്? അല്ല, ഉറക്കത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഉറങ്ങുകയാണോ? ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഉറങ്ങുകയാണോ? ഉറക്കത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഉറങ്ങുകയാണോ? നമ്മുടെ ഇഷ്ടത്തിനാ ഉറങ്ങണത് വെച്ചാൽ ഇപ്പോ ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങണ്ട എന്ന് വെച്ചാൽ ഉറങ്ങാണ്ടിരിക്കാൻ പറ്റണം. പക്ഷെ പറ്റുന്നുണ്ടോ? രാത്രി ഉറങ്ങണം എന്ന് ആഗ്രഹിച്ച് കണ്ണ് മൂടി കിടക്കണുണ്ട്, എന്നിട്ട് ഉറക്കം വരണമില്ല. അപ്പോ ഉറക്കം നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങിയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? 10:45.
10:45 ഉറങ്ങിയെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്നാൽ 10:45 നീ ഉറങ്ങിയിട്ടില്ല. എന്തേ? 10:45 നീ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഉറങ്ങിയിട്ടില്ല. 10 മണിക്കൊക്കെ കിടന്നു, 10:30 ഉറങ്ങിയിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഉറങ്ങിയത്? എപ്പോഴോ ഉറങ്ങി. പോട്ടെ, ഇന്ന് രാത്രി എത്ര മണിക്ക് ഉറങ്ങുമെന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. ഉറക്കം എപ്പോഴാണോ നമ്മളെ പിടിക്കണത് അത് രാത്രി ആവണമെന്നൊന്നുമില്ല. അപ്പോൾ നിദ്ര, വിശപ്പ്, എത്ര മണിക്ക് വിശക്കും? എനിക്ക് 12:45 വിശക്കും. അങ്ങനെ ഒരു വിശപ്പുണ്ടോ? ഉറക്കം നമ്മുടെ നിയന്ത്രണമല്ല, വിശപ്പ് നമ്മുടെ നിയന്ത്രണമല്ല, ബുദ്ധി നമ്മുടെ നിയന്ത്രണത്തിലല്ല. എൻ്റെ ബുദ്ധിയിൽ എന്താണോ തോന്നുന്നത് അതെൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. അല്ലേ? വിദ്യ, അറിവ് എൻ്റെ നിയന്ത്രണത്തിലല്ല. ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള അറിവ് ഉണ്ട്. അല്ലേ? നമ്മൾ ഒരറിവിനെയും മോശമായിട്ട് കാണണ്ട. ഇവിടുത്തെ എല്ലാ അറിവുകളും ശ്രേഷ്ഠം തന്നെയാണ്. ഇപ്പോൾ ഒരേ ക്ലാസ്സിൽ 2 കുട്ടികൾ പഠിച്ചു. ഒരാൾ വലിയ ഉദ്യോഗസ്ഥനായി, വലിയ കമ്പനി മാനേജറായി. മറ്റേയാൾ വലിയ പഠിപ്പൊന്നും ഉണ്ടായില്ല, അവസാനം ഒരു വർക്ക്ഷോപ്പിൽ മെക്കാനിക്ക് ആയിട്ട് ജോലി വരിക. നമുക്കിപ്പോൾ തോന്നുന്നത് എന്താ? അവൻ പഠിച്ചു വലിയ ജോലിയൊക്കെ ആയി. ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ വലിയ ജോലിയൊക്കെ ഉള്ളവൻ്റെ കാറ് കേടായാലോ? അതിന് ഈ വർക്ക്ഷോപ്പുകാരൻ്റെ അറിവ് ആവശ്യമാണ്. അല്ലേ? നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ഏതോ ഒരു കർഷകൻ്റെ അറിവാണ്. അല്ലേ? കൃഷി ചെയ്യാനുള്ള അവൻ്റെ അറിവിനെ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? അല്ലേ? അംബാനിയുടെ വീട്ടിൽ പൈപ്പ് പൊട്ടിയാൽ പ്ലംബർ തന്നെ വേണ്ടേ നേരെയാക്കാൻ? വേറെ ആരെങ്കിലും പോവോ? ഇല്ല. അപ്പോൾ ആ ഒരു അറിവ് മോശമല്ല. ഏത് കഴിവുള്ള ആളെയും നമ്മൾ അംഗീകരിക്കാൻ, ആ അറിവുള്ള ആളെ നമ്മൾ അംഗീകരിക്കണം. കാരണം എല്ലാ അറിവും നമുക്കുണ്ടാവണം. അല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു സപ്താഹ യജ്ഞം നടക്കണമെന്ന് വെച്ചാൽ ആചാര്യൻ മാത്രം അറിവുള്ള ആളായിട്ട് കാര്യമില്ല. മൈക്ക്, അല്ലേ? അപ്പം ഇത് നിയന്ത്രിക്കുന്ന ആളുടെ അറിവ്. ഇപ്പം ക്യാമറയാണെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ആളുടെ കഴിവ്. എന്തിന്? പാചകം ചെയ്യുന്ന ആൾക്കാരുടെ അറിവ്, ഈ കസേര നിരത്തിയ ആൾക്കാരുടെ അറിവ്, പന്തലിട്ട ആൾക്കാരുടെ അറിവ്, ഇവരുടെയൊക്കെ നമ്മുടെ എല്ലാവരുടെയും അറിവ് ഒത്തുചേരുമ്പോഴാണ് ഈ യജ്ഞം ഭംഗിയാവുന്നത്. ഒരാൾ മാത്രം വിചാരിച്ചത് കൊണ്ട് നടക്കില്ല. അപ്പോൾ എല്ലാ അറിവിനെയും നമ്മൾ ബഹുമാനിക്കണം. ഒന്ന് അടിച്ച് തളിക്കണമെങ്കിൽ എന്താ ഇവിടെ പറയുക? തൂത്തുവാരല്ലേ? അല്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ് അടിക്കൽ. അപ്പോൾ ഒന്ന് തൂത്തുവാരണമെങ്കിൽ ആ ചൂലിനെയും നമ്മൾ ബഹുമാനിക്കണം. അല്ലേ? പക്ഷെ നമ്മളെന്തോ അതിനെങ്ങനെ അശുദ്ധിയുള്ള സാധനമായിട്ടൊക്കെ കാണും. പക്ഷേ ആ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ശുദ്ധാവണത്. അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ശുദ്ധാക്കണ ഈ സാധനമാണ് നമുക്ക് അശുദ്ധമായിത്തീരുന്നത്. അപ്പോൾ എല്ലാ അറിവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വിദ്യ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, ബുദ്ധി നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇതെല്ലാം പ്രകൃതിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രകൃതിയെ പോലും നിയന്ത്രിക്കുന്നവനാണ് ആര്? ഈശ്വരൻ. അപ്പം ഈശ്വരൻ ആരാ? പുരുഷനാണ്, ആദ്യമേ ഉള്ളവനാണ്, പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കുന്നവനാണ് ഈശ്വരൻ. അപ്പം അത്ര കേമനാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ ആ ഈശ്വരനെ ഒന്ന് കാണണമല്ലോ. ഇപ്പോൾ ഭഗവാൻ എവിടെയാണ് ഉണ്ടാവുക? ഇപ്പം ഭഗവാൻ എവിടെയാണ് ഉണ്ടാവുക? ഇപ്പം 12:45 കഴിഞ്ഞു. എവിടെയാണ് ഉണ്ടാവുക? വേറെ ആരെക്കുറിച്ചെങ്കിലും ചോദിച്ചതെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ ഓഫീസിലുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഊണ് കഴിക്കാൻ വീട്ടിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ മുറുക്കാൻ കടയുടെ മുമ്പിലുണ്ടാവും എന്നൊക്കെ പറയാം. പക്ഷേ ഈ ഗുരുവായൂരപ്പനെ കുറിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വ്യക്തമായിട്ടൊരു സ്ഥലം പറയാൻ പറ്റില്ല. ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം, അവിടെ നിന്ന് ഗുരുവായൂർ, അവിടെ ബസ് സ്റ്റാൻഡ്,
അവിടുന്ന് കുറച്ച് പോയാൽ വലിയൊരു ഗോപുരം, ആ ഗോപുരത്തിൻ്റെ ഉള്ളിൽ ചുറ്റമ്പലം, ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ മണ്ഡപം, മണ്ഡപത്തിൻ്റെ അടുത്ത് ശ്രീകോവിൽ, അതിൻ്റെ ഉള്ളിൽ ഗർഭഗൃഹം, അതിൻ്റെ ഉള്ളിൽ പീഠം, പീഠത്തിൻ്റെ മുകളിൽ ഉപപീഠം, ആ ഉപപീഠത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് ആര്? ആര്? ഗുരുവായൂരപ്പൻ. കുന്നംകുളത്തിൻ്റെ അടുത്ത് തൃശ്ശൂരിൻ്റെ അപ്പുറത്ത് പീഠത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ കേൾക്കുമോ? ഇവിടെ ഇരുന്നിട്ട് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ മൈക്കുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു 2 വീട് അപ്പുറത്ത് കേൾക്കും, അല്ലാണ്ട് കുന്നംകുളത്തിൻ്റെ അപ്പുറത്ത് കേൾക്കുമോ? ഇല്ല. ഇവിടെ ഇരുന്നിട്ട് പോട്ടെ, അമേരിക്കയിലുള്ള ഒരാൾ അവിടുന്ന് വിളിക്കണു ഗുരുവായൂരപ്പ എന്ന്, എന്തൊരു വിഡ്ഢിത്ത. അപ്പം ആലോചിച്ച് നോക്കൂ, നമുക്ക് ആർക്കെങ്കിലും ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിൻ്റെ അപ്പുറത്തും തോന്നിയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഭഗവാനെ വിളിക്കുമ്പോൾ ഈ അകൽച്ച നോക്കിയിട്ടുണ്ടോ? എവിടെയാ ഭഗവാൻ ഇരിക്കുന്നത്, ഇന്ന സ്ഥലം എന്ന് ഒരു പരിധി വെച്ചിട്ടാണോ നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കണത്? ആണോ? അല്ല. പിന്നെ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മൾ സമയം കണക്കാക്കാറുണ്ടോ? രാത്രിയിൽ എന്താ ഫോൺ വിളിക്കുക, കല്യാണത്തിന് ബന്ധുവിനെ ക്ഷണിക്കാൻ 11 മണിയായി, 12 മണിക്കൊക്കെ ക്ഷണിക്കുമോ നമ്മൾ? 12 മണിക്ക് കല്യാണത്തിന് ക്ഷണിക്കാൻ. അപ്പം നമ്മൾ പറയും ഇനിയിപ്പോൾ വിളിക്കണ്ട, അയാള് ഉറങ്ങിയിട്ടുണ്ടാവും, ഇനി രാവിലെ വിളിക്കാം. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്ന് മനസ്സിൽ എന്തോ ഒരു സങ്കടം. രാത്രിയിൽ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ പുറപ്പെട്ടതാ, സമയം നോക്കി 2 മണിയേ ആയിട്ടുള്ളൂ, ആയിട്ടില്ല വിളിക്കാൻ. എന്തേ 3 മണിയാവണ്ടേ ഗുരുവായൂരപ്പൻ ഉണരാ? നമ്മൾ ആരെങ്കിലും ഗുരുവായൂരപ്പനെ ഭഗവാനെ വിളിക്കാൻ ഇന്നേ വരെ സമയം നോക്കിയിട്ടുണ്ടോ? ഭഗവാനെ വിളിക്കുമ്പോൾ ഇന്നേ വരെ നമ്മൾ ദേശം നോക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന ആ ചൈതന്യം കാലം ദേശം ഈ 2 മതിൽക്കെട്ടുകളും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞത് കാലദേശാവധിഭ്യാം നിർമുക്തം. അല്ലേ? നമ്മളൊക്കെ കാലം ദേശം എന്നീ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ കാലത്തെയും ദേശത്തെയും പുറമേ നിന്ന് നിയന്ത്രിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. അപ്പൊ എവിടെയാ ഭഗവാൻ ഉള്ളത് എന്നാണെങ്കിൽ അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം, സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തുമായിട്ട് അവൻ കുടികൊള്ളുന്നു. പക്ഷെ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. പരമഹംസന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ആ പരമചൈതന്യത്തെ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ആ പരബ്രഹ്മത്തെ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് നമുക്ക് കാണാൻ പാകത്തിന്, നമുക്ക് കേൾക്കാൻ പാകത്തിന്, നമുക്ക് പറയാൻ പാകത്തിന് രൂപമില്ലാത്ത നാമമില്ലാത്ത ആ ചൈതന്യം പല പല അവതാരങ്ങളായി ഈ ലോകത്ത് വന്ന് നമ്മളെ അനുഗ്രഹിച്ചത്. അങ്ങനെ ഇറങ്ങി വന്ന അവതാരങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ അവതാരമാണ് കൃഷ്ണാവതാരം. എന്താ കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത? കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയിൽ. ഏത് വികാരം വച്ചാലും അത് ഭക്തിയായി മാറും. പ്രേമം വച്ചാൽ അത് ഭക്തി, പേടി വച്ചാൽ അത് ഭക്തി, സ്നേഹം വച്ചാൽ അത് ഭക്തി, ദ്വേഷം വച്ചാൽ അതും ഭക്തി, വാത്സല്യം വച്ചാൽ അതും ഭക്തി. ഇങ്ങനെ ഏത് വികാരവും ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു അവതാരം അത് കൃഷ്ണാവതാരം മാത്രമാണ്. മറ്റുള്ള എല്ലാ അവതാരത്തോടും നമുക്ക് എല്ലാ വികാരമൊന്നും ഉണ്ടാവില്ല, അല്ലേ? ഇപ്പം ഇന്ന് വൈകുന്നേരം വരാഹാവതാരമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുക, കാണുക, പറയുക. വരാഹമൂർത്തിയോട് നമുക്ക് ഒരു ബഹുമാനം, അല്ലേ? ശ്രീരാമനോട് നമുക്കൊരു സ്നേഹം, പരശുരാമനോട് നമുക്കൊരു ബഹുമാനം, നരസിംഹമൂർത്തിയോട് നമുക്ക് ഭയം എന്നല്ലാതെ
ഈ അവതാരങ്ങളോടൊന്നും നമുക്ക് പ്രേമമോ വാത്സല്യമൊന്നും ഉണ്ടായി എന്ന് വരില്ല ചിലപ്പോൾ, അല്ലേ? നരസിംഹമൂർത്തിയോട് പ്രേമം ആർക്കെങ്കിലും തോന്നുന്നു? കൃഷ്ണാവതാരം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമൊക്കെ കാണുമ്പോൾ എടുക്കണം, മടിയിൽ വെക്കണം എന്നൊക്കെ തോന്നും. വരാഹാവതാരത്തിന് നമുക്ക് ഒരു തൊട്ടിലൊക്കെ കെട്ടി വരാഹമൂർത്തിയുടെ ഒരു പ്രതിമ എടുത്തിട്ട് എല്ലാ അമ്മമാരും മടിയിൽ വെക്കൂ എന്ന് പറഞ്ഞാൽ പന്നിയുടെ കുട്ടി എനിക്ക് വേണ്ട പറയും. അപ്പോൾ കൃഷ്ണാവതാരം അങ്ങനെയല്ല. ഏതൊരാളെയും വളരെ പെട്ടെന്ന് തന്നിലേക്ക് ആകർഷിക്കാൻ, അല്ലെങ്കിൽ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തൻ്റേതാക്കി തീർക്കാൻ പറ്റുന്ന ഒരു അവതാരമാണ് കൃഷ്ണാവതാരം. അതുകൊണ്ട് എൻ്റെ നരസിംഹമൂർത്തെ, എൻ്റെ ശ്രീരാമചന്ദ്ര, എൻ്റെ വാമനമൂർത്തെ എന്നൊക്കെ വിളിക്കുന്ന ഭക്തന്മാരുണ്ടാവാം. പക്ഷേ എൻ്റെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എൻ്റേതാക്കാൻ പറ്റുന്ന ഒരു അവതാരം കൃഷ്ണാവതാരമാണ്. അതുകൊണ്ട് എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കലാണ് നമുക്കൊക്കെ സുഖവും സൗകര്യവും. അതുകൊണ്ട് കുന്തിദേവി പറയണു, ഈ അമ്മയ്ക്ക് ഭഗവാനെ അങ്ങയെ പരമഹംസന്മാരെ പോലെ സാക്ഷാത്കരിക്കാനോ പരമഹംസന്മാരെ പോലെ അനുഭവിക്കാനോ ഒന്നും സാധിക്കുന്നില്ല, പ്രാരബ്ധത്തിൻ്റെ ഈ നൂലാമാലകളിൽ പെട്ടുപോയ എനിക്ക്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോണത് എന്താ അറിയോ? പറ്റുന്നത് പോലെ അങ്ങയ്ക്കൊരു നമസ്കാരം എന്ന് പറഞ്ഞ് പാണ്ഡവമാതാവായ ആ കുന്തിദേവി, ആ മുത്തശ്ശി ഭാഗവതത്തിൽ കൂടി നമുക്ക് തരുന്ന ഒരു നമസ്കാര മന്ത്രം, ഒരു ഉപദേശമന്ത്രം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഒരു പക്ഷേ ഭാഗവതം അറിയണതിന് മുമ്പേ നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ എവിടുന്നോ ആരൊക്കെയോ ചൊല്ലി ചൊല്ലി കേട്ടതായ ഈ ഒരു മന്ത്രം വളരെ വളരെ ശ്രേഷ്ഠമായി ഭാഗവതത്തിൽ ശോഭിക്കുന്നു. ഈ ഒരൊറ്റ നമസ്കാരത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ആ അമ്മയെ അനുഗ്രഹിച്ചു എന്നുണ്ടെങ്കിൽ നമുക്കും ആവും പോലെ, അല്ലേ? ഒരു ദിവസം 24 മണിക്കൂർ നമുക്കുണ്ട്. ഈ 24 മണിക്കൂറും നമ്മൾ നമ്മുടെ ആവലാതിയും വേവലാതിയും തീർക്കാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിലൊരു അരനിമിഷമെങ്കിലും ഭഗവാന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഒരു നാൾ അരനാഴിക ചിന്ത ചെയ്യിൽ, അങ്ങനെ ഒരു അരനിമിഷം ഭഗവാന് മാറ്റിവെക്കാൻ പറ്റിയാൽ മറ്റുള്ള മണിക്കൂറുകളെ പോലും ആ അരനിമിഷത്തെ ഈശ്വര വിചാരം കൊണ്ട് നമുക്ക് ശുദ്ധമാക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് സമയമില്ലാത്തതെന്നറിയോ? നമ്മുടെ തിരക്കൊക്കെ തീർന്നിട്ട് ഭഗവാന്റെ കാര്യം എന്ന് വിചാരിക്കുമ്പോഴാണ്. നമ്മുടെ തിരക്കൊട്ട് തീരലും ഉണ്ടാവില്ല, ഭഗവാന്റെ കാര്യമായിട്ട് നടക്കലും ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യുക? നേരെ തിരിച്ചിടുക. ഭഗവാന്റെ കാര്യം കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം എന്ന് വിചാരിക്കുമ്പോൾ കുറേ സമയം ജപിക്കണമെന്നൊന്നുമില്ല, 1 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. 24 മണിക്കൂറിൽ 1 മിനിറ്റ് നമ്മൾ ഭഗവാൻ 1 മിനിറ്റ് കൊണ്ടൊക്കെ ഇപ്പം എന്താവാൻ? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഇത് ചൊല്ലാൻ 1 മിനിറ്റും ആവശ്യമില്ല. അപ്പം അത്തരത്തിലൊരു സംസ്കാരം നമ്മുടെ ഗൃഹങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വരുന്ന തലമുറയ്ക്കും ഉണ്ടാകട്ടെ. ഭക്തി എന്നുള്ളതായ ആ ആനന്ദ ഭാവം നമ്മുടെ ഈ ഒരു ഭാഗവത യജ്ഞത്തിൽ കൂടി എല്ലാവരിലേക്കും വേണ്ടതുപോലെ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചവരെയുള്ള പ്രകരണം ഇവിടെ സമർപ്പിക്കുകയാണ്.